ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന പലരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പല ആൾക്കാരും ഈ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു വേദനയെ നമ്മൾ ഡിസ്മെനോറിയ എന്നാണ് പറയാറ്. നമുക്ക് എന്താണ് ഡിസ്മെനോറിയ ഉണ്ടാവാനുള്ള കാരണങ്ങളെന്നും അതുപോലെ എന്തൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുന്ന രീതികളെന്നും നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന ഇതൊരു 60% സ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ചെറിയ പെയിൻ മാത്രമല്ല, അത് നമ്മുടെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ ബാധിക്കത്തക്ക രീതിയിൽ പലരെയും അലട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനകളെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട് ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിലുള്ള ബുദ്ധിമുട്ടുകളെക്കാളും ഓവർ ടെൻഷൻ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന വേദനയാണ്. ചില ആൾക്കാർക്ക് ഈ അമിതമായിട്ടുള്ള വേദനയോടൊപ്പം തന്നെ ഓക്കാനും ഛർദ്ദിൽ, ക്ഷീണം, അവർക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇത്രയും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. പീരീഡ്സ് ആകുന്നതിന് 1-2 ദിവസം മുൻപ് തുടങ്ങുന്ന ഒരു വേദന പീരീഡ്സിൻ്റെ ഒരു ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് 1-2 ദിവസം കഴിയുന്തോറും അതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞ് അതങ്ങ് നോർമലായിട്ട് ഇല്ലാതായി പോകും. പക്ഷേ ആ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് വളരെയധികം ആൾക്കാരെ ക്ഷീണപ്പെടുത്താറുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്മെനോറിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഡിസ്മെനോറിയയിലുള്ള ടൈപ്സ് എന്ന് നോക്കാം. ഈ ഡിസ്മെനോറിയ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു വേദനകൾ പ്രധാനമായും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമികം, അതായത് നോർമലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പീരീഡ്സ് ആവുന്നതിന് 1-2 ദിവസം മുൻപ് തന്നെ വേദനകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേദനയോടൊപ്പം തന്നെ ഭയങ്കര നടുവിന് കഴപ്പ്, കാലിന് ക്ഷീണം, കാലിൻ്റെ തുടയുടെ ഇടഭാഗത്തൊക്കെ ആയിട്ട് വേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നു. ഈ ഒരു വേദന വന്ന് ആ ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ പതിയെ ഈ വേദന അങ്ങ് കുറഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇല്ലാതാവും. എല്ലാ തവണയും പീരീഡ്സ് ആവുന്ന ടൈമിൽ ഇത് ഇങ്ങനെ റിക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് പറയാറ്. ഇനി ദ്വിതീയ അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പത്തോളജിക്കൽ കോസ് അവിടെ ഉണ്ടാവും. അതായത് ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ഒരു വേദന ആ ഒരു പീരീഡ്സിന് കുറച്ച് കാലം മുൻപ് തന്നെ തുടങ്ങി പീരീഡ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ആ ഒരു ബ്ലീഡിങ് കംപ്ലീറ്റ്ലി നിൽക്കുന്നവരെ നീണ്ട ഒരളവിൽ തന്നെ ഈ ഒരു പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പത്തോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു രോഗവുമായി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രത്യുത്പാദന ശേഷിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രോഗാവസ്ഥ മൂലം ഉണ്ടാകുന്ന ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന വേദനയെയാണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് പറയാറ്. ഇപ്പോൾ ആർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ വേദന കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യത്തെ പീരീഡ്സ് പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു 12 വയസ്സിന് മുൻപേ നിങ്ങൾക്ക് പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും ഈ ഒരു അബ്ഡോമിനൽ ക്രാംപ്സ് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏജ്ഡ് ആവുന്നതോറും ഈ പീരീഡ്സിൻ്റെ വേദന കുറയുന്നതായിട്ട് കാണും. ഒരു ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് പൊതുവെ ഈ പീരീഡ്സിൻ്റെ വേദന കുറയുന്നതായിട്ട് പറയും. ഇനി ചില ആൾക്കാർക്ക് ഹെവി ബ്ലീഡിംഗ് ആണ്, 7 ദിവസം ഹെവി ആയിട്ട് ബ്ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഈ പീരീഡ്സിൻ്റെ വേദന വളരെ അമിതമായിട്ട് പറയാറുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ 2 കാറ്റഗറിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ 12 വയസ്സിന് മുൻപേ നിങ്ങൾ ആദ്യത്തെ പീരീഡ്സ് അല്ലെങ്കിൽ മെനാർക്കി ആയിട്ടുണ്ട്, രണ്ടാമത് ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണ്. ഇവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഡിസ്മെനോറിയ കാണുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടാകുന്നത്? അതിനൊരു പ്രധാന കാരണം ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഷെഡ് ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ട ഒരുപാട് രക്തത്തോട് ചേർന്നിട്ടുള്ള ടിഷ്യൂകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിനെ പുറത്തേക്ക് കളയണമെങ്കിൽ നമ്മുടെ യൂട്രസ് നല്ല രീതിയിൽ സങ്കോചിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു കൺട്രാക്ഷൻ റിലാക്സേഷൻ്റെ ഒക്കെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ കമ്പോണൻറ്റ് ഉണ്ടാകുന്നുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്. ഇപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഡിസ്മെനോറിയ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചതിന് ഒരു വ്യക്തമായൊരു ഉത്തരമില്ല. ചിലപ്പോൾ നമുക്കൊരു പാരമ്പര്യ ഘടകം കാണാറുണ്ട്. നമ്മുടെ അമ്മയ്ക്കൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അമ്മയ്ക്കൊക്കെ ഒരു വയറുവേദന അമിതമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ അവരുടെ പെൺമക്കൾക്കും ഈ ഒരു പ്രശ്നം കാണാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഘടകം മാത്രമാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത്. പ്രോസ്റ്റാഗ്ലാൻഡിൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഡിസ്മെനോറിയ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്മെനോറിയ ആയിട്ട് ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്? അപ്പം നമുക്ക് വയറുവേദന പറയണം, ഭയങ്കരമായിട്ട്, അതായത് നമ്മളെ കൊളുത്തി വലിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു കോളിക്കി പെയിൻ എന്നാണ് അവർ പ്രസൻറ്റ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കൊളുത്തി വലിക്കുന്ന പോലെ ഉള്ളൊരു വേദനയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അത് കൂടുതലും അടിവയറിന് വേദന ഉണ്ടാവും. ഈ വയറുവേദനയോടൊപ്പം നടുവിന് ഭയങ്കര കഴപ്പ്, നടുവിന് വേദന, കാലിൻ്റെ 2 ഇടുക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ തുടയുടെ 2 സൈഡിലേക്കൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു വേദന ഇറങ്ങുന്നത് കാണാം. ചില ആൾക്കാർക്ക് ഈ വേദന കൂടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോകണമെന്നുള്ളൊരു തോന്നൽ, വയറിളക്കം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് മലബന്ധമായിട്ട് നിൽക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഓക്കാനം, ഛർദ്ദിൽ, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. അപ്പോൾ ഹെവി ബ്ലീഡിങ് കൂടിയുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും അധികം ബ്ലഡ് ലോസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ക്ഷീണം, അപ്പം അതുമൂലം നമുക്ക് ഉണ്ടാകുന്ന വിളർച്ച, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെക്കൻഡറി ഡിസ്മെനോറിയ പല വിധമായ
രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അത് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ എൻഡോമെട്രിയോസിസ് ആണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലെയറാണ് എൻഡോമെട്രിയം. ഈ യൂട്രസിന് ഉള്ളിലുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയറിൻ്റെ ടിഷ്യൂകൾ യൂട്രസിൻ്റെ പുറത്ത് കാണിക്കും ചില ആൾക്കാരിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്നൊരു കണ്ടീഷനെ പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂ ഓരോ ടൈംസ് പീരീഡ്സ് ആകുമ്പോഴും ഈ എൻഡോമെട്രിയം ടിഷ്യൂവും അതുപോലെ തന്നെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഠിനമായ വേദനയും അതുപോലെ തന്നെ കഴപ്പും, കാലുകൾക്ക് കഴപ്പ്, അതുപോലെ ഹെവി ബ്ലീഡിങ് ഒക്കെ കാണിക്കാറുണ്ട്. രണ്ടാമതായിട്ട് അഡിനോമയോസിസ് പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ. ഇപ്പോൾ അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ പുറത്തുള്ള ഒരു ലെയർ അല്ലെങ്കിൽ ആ ഒരു കവറിങ് അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ട് ആ ഒരു മസിൽസിലോടൊക്കെ കാണുന്നു. ആ ഒരു സമയത്ത് യൂട്രസിൻ്റെ വലുപ്പം വളരെയധികം കൂടുതലായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അവർക്ക് വേദന വളരെയധികം കൂടുകയും അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ടൈമിൽ ബ്ലീഡിങ് വളരെ കൂടുതലായിട്ട് പറയുന്നു. മൂന്നാമതായിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ. ഇപ്പം താഴെ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻസ് ഒക്കെ മുകളിലേക്ക് കയറി അത് യോനിയിൽ നിന്ന് സർവിക്സിലോട്ടും സർവിക്സിൽ നിന്ന് യൂട്രസിൽ നിന്ന് രണ്ട് സൈഡിലെ ഫലോപ്പിയൻ ട്യൂബിലോട്ടും ഒക്കെ ഈ ഒരു ഇൻഫെക്ഷൻ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. ഇപ്പം നമുക്കൊരു വ്യക്തി ശുചിത്വത്തിൻ്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജിയോ ഇൻഫെക്ഷൻസോ ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻഫെക്ഷൻ നമ്മളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നമുക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവുകയും അത് നമുക്ക് ഈ പറയുന്ന രീതിയിലൊരു കഠിനമായ ഡിസ്മെനോറിയയ്ക്കും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്കും കാരണമാവാറുണ്ട്. നാലാമതായിട്ട് ഫൈബ്രോയിഡുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വളർച്ചകളാണ്. അതായത് ക്യാൻസറസ് അല്ലാത്ത ബിനൈൻ ആയിട്ടുള്ള വളർച്ചകൾ. അതിപ്പോൾ നമുക്ക് യൂട്രസിൻ്റെ അകത്തോ പുറത്തോ ഒക്കെ ലെയറിൽ ഫൈബ്രോയിഡുകളായിട്ടുള്ള ചെറിയ വളർച്ചകൾ ഉണ്ടെങ്കിൽ അത് ഡിസ്മെനോറിയ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ വേദനകൾ ഉണ്ടാക്കാറുണ്ട്. ഇനി അഞ്ചാമത്തേതാണ് സെർവിക്സിൻ്റെ സ്റ്റിനോസിസ്. ചില സർജറിയുടെ അല്ലെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ സെർവിക്സിൻ്റെ അവിടെ കുറച്ചൊന്ന് ചുരുങ്ങി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്മെനോറിയ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഈ പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഒരു സെക്കൻഡറി ആയിട്ട് ഒരു വയറുവേദന ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഈ പല കുട്ടികൾക്കും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ കൗമാര പ്രായത്തിലുള്ള പല പെൺകുട്ടികളെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന വേദന. അപ്പോൾ ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന വേദന നമ്മൾ നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ പൊതുവേ ആൾക്കാർ അല്ലെങ്കിൽ കരുതുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഉള്ള വേദനയല്ലേ, ഇതൊന്നും വലിയ ചികിത്സിക്കേണ്ട കാര്യമല്ല എന്നുള്ള രീതിയിലായിരിക്കും പല ആൾക്കാരുടെയും ഒരു ചിന്ത. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഇതൊരു നോർമൽ പ്രോസസ്സ് ആണെങ്കിലും ഇത് അബ്നോർമലായിട്ട് പെയിനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 4-5 കണ്ടീഷൻസ് ചിലപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഡോക്ടറെ കാണിക്കുക. അപ്പം ഡോക്ടറെ കാണിച്ചിട്ട് ഈ പറഞ്ഞ ഈ രോഗങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇതിനുള്ള രോഗസാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ നമുക്കിത് നോർമലായി കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഡിസ്മെനോറി ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാത്ത പക്ഷം ഇതിന് കറക്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കണ്ടീഷൻസ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഡിസ്മെനോറിയയ്ക്ക് നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ഡിസ്മെനോറിയ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിലാകുന്ന പെയിൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒന്നാമതായിട്ട് നമുക്ക് ഇങ്ങനത്തെ പെയിൻ അതിതീവ്രമായിട്ടുള്ള വേദനയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക. ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം വയറിൻ്റെ സ്കാനൊക്കെ എടുത്ത് നോക്കുക. അല്ലെങ്കിൽ മറ്റ് ലാപ്രോസ്കോപ്പിക് മെത്തേഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസോ ഫിസിക്കൽ എക്സാമിനേഷൻസോ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റുട്ടീനിലൂടെ തന്നെ പോവുക. അപ്പോൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുക. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഹോം റെമഡീസിലോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വേദനയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു വ്യായാമം ശീലമാക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള വ്യായാമം, കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി ഒക്കെ ഒന്ന് കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാം. കറക്റ്റായിട്ടുള്ള വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എൻട്രോഫിൻ എന്ന് പറയുന്നൊരു ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുകയും അത് നമുക്കൊരു പരിധി വരെ ഈ വേദന ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പരിധി വരെ നമുക്ക് ഈ യോഗാസൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളുടെ കേസിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ഡിസ്മെനോറിയ കൺട്രോളബിൾ ആവുന്നുണ്ട്. അതുപോലെ ഈ ഡിസ്മെനോറിയ മാത്രമല്ല PCOD അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് പോലെയുള്ള പല പ്രശ്നങ്ങളും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് വരുന്ന പല പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടി യോഗ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ യോഗ ഫോളോ ചെയ്യാം. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളം കൊണ്ട് നമ്മൾ ഹോട്ട് വാട്ടർ ബാഗൊക്കെ വെച്ച് ചെറിയ ചൂട് കൊടുക്കുക, നമ്മുടെ വയറിന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പീരീഡ്സ് ആകുന്ന ഡേറ്റിന് ഒരാഴ്ച മുൻപ് തൊട്ട് അതിന് നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ പീരീഡ്സ് ആവുന്നതിന് ഒരു 1 വീക്ക് മുൻപ് തൊട്ട് നിങ്ങൾ കഴിവതും ഉപ്പിൻ്റെ അളവ്, മധുരത്തിൻ്റെ അളവ്, പിന്നെ ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, ആർട്ടിഫിഷ്യൽ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള കൊഴുപ്പ്, എണ്ണ, ഇതൊക്കെ കഴിവതും ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇവ വേദന കൂട്ടാൻ ചാൻസ് ആണ്. അല്ലെങ്കിൽ ഇത് പീരീഡ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഒരു വേദന
വേദന കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പകരം നമ്മൾ ഹെൽത്തി ഫുഡിലോട്ട് കൊണ്ടുവരിക. നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. മാക്സിമം നമ്മൾ ഈ ഒരു ടൈമിൽ ഹെർബൽ ടീസ് വളരെ നല്ലതാണ്. അതായത് പുതിന ഇട്ടിട്ട്, തുളസി ഇട്ടിട്ട്, കറുവപ്പട്ട, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് വേദന കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ദുശ്ശീലങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ പുകവലി, മദ്യപാനം, അമിതമായിട്ട് കഫീൻ്റെ ഉപയോഗം ഇവയൊക്കെ വയറുവേദന കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ശീലമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടൈമിലെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. പീരീഡ്സിന് കുറച്ച് മുൻപെങ്കിലും ഇത്ര തീവ്രമായ വേദന ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാവുമെന്ന് ഉറപ്പ് വരും. മാക്സിമം ഈ ഒരു ടൈമിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം തന്നെ കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ സപ്ലിമെൻറ്റ്സും ഒരു ഡോക്ടറുടെ അഡ്വൈസ് മേടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സപ്ലിമെൻറ്റ്സ് കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാം. അല്ലെങ്കിൽ അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നമുക്ക് പീരീഡ്സിൻ്റെ ടൈം നമുക്ക് ഓവർകം ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.